ഹലോ ഗൈസ്, എല്ലാവർക്കും യൂട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നായിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആർഡിനോ ബോർഡ് അത്തരത്തിലുള്ള കുറഞ്ഞ സംഭവങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് എന്നുള്ളത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനോടുള്ള മടുപ്പും ആയതുകൊണ്ട് കാര്യം പിന്നെ നമ്മൾ വേറെ വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു അതിനെക്കുറിച്ച് കണ്ട്. പിന്നെ ഇതിന് മുന്നേ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊന്നല്ല കേട്ടോ, ഈ റോബോട്ടിക്സ് പിന്നെ അതേപോലെ ഇത്തരത്തിലുള്ള യാതൊരു ബന്ധമില്ലാത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സംഭവം ഇന്നേ വരെ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക്, അതായത് പ്രത്യേകിച്ച് കോഡിങ് എന്താ അറിയില്ല, പിന്നെ അതേപോലെ സ്വന്തമായിട്ട് ലാപ്ടോപ്പ് കയ്യിലില്ല, മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ സംഭവം, ഇതില്ലാത്തവർക്കും ജസ്റ്റ് ഒരു ആർഡിനോ ബോർഡ് പോലും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഈ വീഡിയോ പറഞ്ഞാൽ ഒരുപാട് ലെങ്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും പരമാവധി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ അത് മാത്രമല്ല, ഈ വീഡിയോക്ക് നമ്മൾ പരമാവധി ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് എന്ന് പറഞ്ഞാൽ വെറും ഒരു 50 ലൈക്കാണ് പറ്റുന്നതൊക്കെ. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നില്ല, ജസ്റ്റ് ലൈക്ക് അടിച്ചാണ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിൻലി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ആർഡിനോ ബോർഡ്, പിന്നെ അതേപോലെ അത്തരത്തിൽ നിങ്ങൾക്ക് റോബോട്ടുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം, അത്തരത്തിൽ സ്വന്തമായിട്ട് പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ നല്ല ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഇന്നേ ഒരു കോഡിങ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞുതരാൻ പോവുകയാണ്. യെസ്, അപ്പോൾ നമ്മൾ ഈ സംഭവം എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ആർഡിനോ ബോർഡ്, നമുക്ക് സ്വന്തമായിട്ട് റോബോട്ട് ഉണ്ടാക്കാൻ, അതെല്ലാം മറ്റുള്ള പ്രൊജക്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സംഭവം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മോട്ടർ ഡ്രൈവർ ഉണ്ട്, പിന്നെ അതേപോലെ സെർവോ മോട്ടർ ഉണ്ട്, ആർഡിനോ ബോർഡ് ഉണ്ട്, അൾട്രാസോണിക് സെൻസർ ഉണ്ട്. ഇത്തരത്തിലുള്ള ഓരോ സംഭവം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഒരു പ്രോജക്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ഒരു കോഡിങ്ങിൻ്റെ യാതൊരു പൈസ ആണെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇന്നേ വരെ മലയാളത്തിൽ ഒരാളും പറഞ്ഞാത്ത രീതിയിലാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം പരമാവധി ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ജസ്റ്റ് നമുക്ക് റോബോട്ട് ഉണ്ടാക്കണം, അത്തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന സംഭവമാണ് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് അറിയണം, മറ്റുള്ള സംഭവങ്ങൾ അറിയണമെന്നില്ലേ. എന്നാൽ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയണമെന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കമാൻഡ് അടിച്ച് കൊടുക്കുക, ജസ്റ്റ് കമാൻഡ് അല്ല, ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ കോഡുകൾ ഉണ്ടാക്കി തരാൻ പല രീതിയിലുള്ള AI ഉണ്ട്. അതിന് ജസ്റ്റ് എക്സാമ്പിളാണ് ChatGPT എന്നുള്ള AI. അപ്പോൾ ഞാൻ കുറച്ച് ടയേർഡാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ ChatGPT പോലുള്ള ഒരു AI യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഇന്ന ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ് വരില്ല. അറേ ഉണ്ട്, ലൂപ്പ് ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്, ഇഫ് എൽസ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ് നടക്കണം പ്രോഗ്രാമിങ്ങിൽ. അപ്പോൾ അത്തരത്തിൽ ഒന്നും അറിയണമെന്നില്ല. ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് അടിച്ചു കൊടുത്താൽ നമുക്ക് ഇന്ന സംഭവം ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കറിയ LED ബൾബ് ഉണ്ട്. ഈ ഒരു LED ബൾബിൽ 5 സെക്കൻഡ് ഓൺ ആക്കണം, ഓഫ് ആക്കണം, അത്തരത്തിൽ എനിക്ക് ചെയ്യണം. എനിക്ക് കോഡിങ് അറിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നേരെ ജസ്റ്റ് ChatGPT എടുത്തുകൊണ്ട് അതിനോട് എനിക്ക് ഈ LED ബൾബ് 5 പ്രാവശ്യം വർക്ക് ചെയ്യണം, 5 പ്രാവശ്യം വർക്ക് ചെയ്യാതിരിക്കണം, അത്തരത്തിൽ ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് ഇംഗ്ലീഷ് അറിയാമല്ലോ. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എന്താ പറയുക, ഈസ് മാസമൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് ചെയ്തല്ലോ. അപ്പോൾ അത്തരത്തിൽ ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള കുറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയുള്ള നമ്മൾ ഈ വീഡിയോസിലൊക്കെ നമ്മൾ ഇത്തരത്തിലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ജസ്റ്റ് നമ്മുടെ ആർഡിനോ പ്രോഗ്രാം ചെയ്ത് കാണും, കോഡിങ്ങും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടാവുക. നമ്മൾ ഇതിന് മുന്നേ കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് നോക്കി, ആരും കാണാനില്ല. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന പണി എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോഗ്രാം ചെയ്യാനും കോഡ് ചെയ്യാനും ഓരോ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനൊക്കെ നമുക്കറിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി അത് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകും പ്രതീക്ഷിക്കാട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പ്രത്യേകിച്ച് യാതൊരു അറിയാത്തൊരു ജസ്റ്റ് ഇന്ന് ചെയ്യുന്ന രീതിയിലും പറഞ്ഞു കേട്ടോ. മറ്റേ ഏതെങ്കിലും വീഡിയോസ് കാണും, അപ്പോൾ അതിലൊക്കെ ഇതേപോലെ വല്ല റോബോട്ടിന് ഉണ്ടാക്കണതോ മറ്റുള്ള രീതിയിൽ പ്രോജക്റ്റ് ചെയ്യണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് കോപ്പി ചെയ്യാനുള്ള കോഡ് കിട്ടും. ആ കോഡ് നേരെ കോപ്പി ചെയ്ത് കാണുന്നത് നേരെ എന്താ വെച്ചാൽ ആർഡിനോ ഡ്രോയിഡ് എന്നുള്ള ആപ്ലിക്കേഷനോ അതല്ല ആർഡിനോയുടെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ടല്ലോ, അതിൽ പോയിട്ടേനും കോഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വെച്ചിട്ടാണെങ്കിൽ കോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോഡിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വരും. ബുദ്ധിമുട്ട് മീൻസ് അതായത് നമുക്ക് ഒരുപാട് ടൈം എടുത്തിട്ട് നോക്കേണ്ടി വരും. പിന്നെ അഥവാ എറർ പറ്റി കഴിഞ്ഞാൽ പിന്നെ കൊടുങ്ങി, പിന്നെ ആ കോഡ് കൊണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ പല പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ സിസ്റ്റത്തിൽ ChatGPT എന്നുള്ള AI നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിലരൊക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ AIൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇതിനോട് എന്ത് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഉത്തരം തരുന്നത് അതേപോലെ നമുക്ക് മറുപടി തരും. അപ്പോൾ അത്തരത്തിലുള്ളൊരു AI ആണ് ChatGPT എന്നുള്ളത്. അപ്പോൾ ഈ ഒരു AI യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഈ പ്രൊജക്റ്റ് മെയിലിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇന്നേ വരെ കോഡിങ് അറിയണമെന്നില്ല, മറ്റൊരു സംഭവം നിങ്ങൾക്ക് അറിയണമെന്നില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് ജസ്റ്റ് ഇതിനോട് പറഞ്ഞു കൊടുത്തതിന് ഓട്ടോമാറ്റിക്കലി ഉണ്ടായി തരും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ട്രിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ക്രോമോ മറ്റുള്ള ബ്രൗസർ യൂസ് ചെയ്യുക. അതിൽ നേരെ പോയതിനു ശേഷം ChatGPTയോ ഓപ്പൺ AI സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റ് കിട്ടും. ആ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ChatGPT യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
യെസ്. അപ്പോൾ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്തോടെയൊക്കെ ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനിയുള്ള ജസ്റ്റ് നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത്രയും നേരം പറഞ്ഞത് ഒരു സിമ്പിൾ എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോക്ക് ലെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എന്നാൽ മാത്രമേ എനിക്ക് പ്രോഗ്രാമിംഗ് ഞാൻ പഠിപ്പിച്ചു തരുള്ളൂ. ഇനിയിപ്പോൾ പ്രോഗ്രാമിംഗ് പഠിക്കാൻ താല്പര്യമില്ലാത്തതിൽ ഇപ്പോൾ തന്നെ നിർത്തി പോയിക്കോളും. ജസ്റ്റ് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തോണ്ട് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് നേരെ ChatGPT എന്നുള്ള AI യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം ChatGPT എന്നുള്ള AI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് തുടങ്ങാം. നമുക്ക് പ്രോഗ്രാമിംഗ് ഇന്നേ വരെ അറിയില്ല, യാതൊരു കൺസെപ്റ്റും ഇല്ല, ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു ബിഗിനറാണ്. ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആളാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഞാനും അത്തരത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം ChatGPT എന്നുള്ള AI യൂസ് ചെയ്തു. അപ്പോൾ ChatGPT എന്നുള്ളതിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ChatGPT വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ കുറച്ചുകൂടി പ്രോംപ്റ്റ് കൊടുക്കാനുള്ളൊരു ഇത് വരും, സെർച്ച് ബാർ വരും. പിന്നെ ഈ സൈഡ് ബാറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ ഇങ്ങനെ ചോദിച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കറൻറ്റ്ലി വർക്ക് ചെയ്യുന്നത് ഒരു ഡെവലപ്പറായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ChatGPT യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കണക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാതെ ഇവിടെ വന്നുകൊണ്ട് നമുക്ക് കോഡിങ് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ചോദിച്ച് നോക്കണം എന്ത് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് LED അവിടെ. യെസ്. നമുക്ക് ആദ്യം ഒരു LED വെച്ച് വേണം തുടങ്ങാം. നമുക്ക് ഇത്തരത്തിലുള്ളൊരു LED കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഇത്തരത്തിലുള്ളൊരു LED പ്രോഗ്രാം ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കാൻ മീൻസ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 പ്രാവശ്യം വർക്ക് ചെയ്യിപ്പിക്കണം. ഇതൊന്ന് ബ്ലിങ്ക് ചെയ്തുകൊണ്ട് 5 പ്രാവശ്യം ഓൺ ആയിരിക്കണം, 5 സെക്കൻഡ് ഓഫ് ആയിരിക്കണം. അങ്ങനെ വേണ്ട, 5 സെക്കൻഡ് ഓൺ ആയിരിക്കണം, 5 സെക്കൻഡ് ഓഫ് ആയിരിക്കണം. അത് നല്ല ഐഡിയ ആണ്. നമുക്ക് അത്തരത്തിലൊരു പ്രോജക്റ്റ് ചെയ്യണം. നമുക്ക് കോഡിങ് അറിയില്ല, ഒന്നും അറിയില്ല. യെസ്. നമുക്ക് നമ്മുടെ കയ്യിൽ ആർഡിനോ ബോർഡ് ഉണ്ടല്ലോ. നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെയാ വെച്ചാൽ ഒരു LED ബൾബ് ഉണ്ട്, പിന്നെ അതേപോലെ ഒരു ആർഡിനോ ബോർഡ് ഉണ്ട്. ഈ ആർഡിനോ ബോർഡ് എന്താ വെച്ചാൽ നമുക്ക് ഇതിലോട്ട് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തരത്തിലും പ്രോജക്റ്റ് ചെയ്യാം മീൻസ് നമുക്ക് ഒരു മോട്ടറിൻ്റെ 10 പ്രാവശ്യം കറക്കിയാണ്ട് പിന്നെ ഒന്ന് ഓഫാക്കണം. നമ്മുടെ ഇഷ്ടത്തിന് എന്തൊക്കെ ചെയ്യണം, അതിനൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ബോർഡ് യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കയ്യിൽ ആർഡിനോ ബോർഡ് എന്ന് പറഞ്ഞ ബോർഡുണ്ട്. ഇനി ആർഡിനോ എന്താ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള വീഡിയോസിലൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് കമൻറ്റ് ചെയ്തുകൊണ്ടും. അപ്പോൾ നമുക്ക് ആദ്യം ആർഡിനോ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ LED ബൾബ്, ആർഡിനോ LED ബൾബ്, LED. ഓക്കെ. ജസ്റ്റ് നമ്മൾ ഇംഗ്ലീഷ് അറിയണമെന്നില്ല, ജസ്റ്റ് ഒരു ഈസും മാസമൊക്കെ കൂട്ടിച്ചേർക്കാൻ അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇതന്നെ ഇത്തരത്തിൽ സിസ്റ്റം ആണെന്നില്ല കേട്ടോ, മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ആർഡിനോ ബോർഡ് ഉണ്ട്, LED ബൾബ് ഉണ്ട്. നമുക്ക് LED ബൾബ് എന്ത് ചെയ്യണം, 5 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യണം. ഇത് ജസ്റ്റ് ഒരു ബ്ലിങ്കിങ്ങിന് മാത്രം ജസ്റ്റ് എക്സാമ്പിൾ വെച്ചാണ് പറഞ്ഞത് കേട്ടോ. അതേപോലെ നമുക്ക് എന്തും ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡ് കിട്ടും. നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. ഓക്കെ. ബ്ലിങ്ക് 5 ആർഡിനോ ആൻഡ് LED 5 സെക്കൻഡ്. ഓക്കെ. നമുക്ക് 5 സെക്കൻഡിൽ എന്ത് ചെയ്യണം, ഓൺ ആവണം, 5 സെക്കൻഡ് ഓഫായിരിക്കണം. ഓക്കെ. ദിസ് റിലേറ്റഡ് റൈറ്റ് കോഡ്. ഓക്കെ. നമ്മൾ പ്രോമിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ChatGPT വളരെ സിമ്പിളാണ് നമുക്ക് ഒരു കോഡ് ഉണ്ടാക്കി തന്നു കണ്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ട ഒരു LED ബൾബിൻ്റെ കോഡ് വെച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്, അത്തരത്തിൽ എന്ത് സംഭവം ചെയ്യാം. നിങ്ങൾക്ക് റോബോട്ട് ഉണ്ടാക്കണമെങ്കിൽ ആ റോബോട്ടിൻ്റെ ഫംഗ്ഷൻ ജസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുക. നമുക്ക് ആദ്യം ജസ്റ്റ് അതിലൊരു സർവോ മോട്ടർ ജസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഹ്യൂമനോട് റോബോട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ വേണ്ടി വരും, കൈ വേണ്ടി വരും. പിന്നെ അതേപോലെ ഒരു ഇത്തരത്തിൽ തലയൊക്കെ ആണെങ്കിൽ നീക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സർവോ മോട്ടർ കൊടുക്കേണ്ടി വരും. കൈയിൻ്റെ കാലൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ അത്തരത്തിലാണ് സ്റ്റെപ്പർ മോട്ടറോ അതല്ല സർവോ മോട്ടറോ എന്തെങ്കിലും മോട്ടർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഓരോ സംഭവം ചെയ്യേണ്ടി വരും. ഇപ്പോൾ തല ഇത്തരത്തിൽ ഒരു 360 ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിൽ പ്രോഗ്രാം ചെയ്യേണ്ടി വരും. അപ്പോൾ അതറിയില്ല എന്നുണ്ടെങ്കിൽ നേരെ ഒന്നുകൂടെ ചോദിക്കുക. എനിക്ക് സർവോ മോട്ടർ എൻ്റെ കയ്യിലുണ്ട്, നേരെ ഒരു ആർഡിനോ ബോർഡും ഉണ്ട്. അപ്പോൾ സർവോ മോട്ടർ 360 ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കോഡ് ഉണ്ടായി തരും. ഓക്കെ. അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. സർവോ മോട്ടർ 360 ഡിഗ്രി ആംഗിൾ റൊട്ടേറ്റ്. ഓക്കെ. ഇംഗ്ലീഷ് സെറ്റാണെന്നില്ല, എന്തായാലും നമ്മുടേതായ രീതിയിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ 360 ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ദിസ് റിലേറ്റഡ് റൈറ്റ് കോഡ്. ഓക്കെ. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഒരു കമാൻഡ് ഒരു പ്രോംപ്റ്റ് കൊടുത്തു, അപ്പോൾ നമുക്ക് ChatGPT ഉണ്ടായി തന്നു കണ്ടോ.
9ാമത്തെ പിന്നിലോട്ട് കണക്ട് ചെയ്യണമെന്ന് ആൾക്ക് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഡിങ് അറിയണമെന്നില്ല, ഒന്നും അറിയാം. ജസ്റ്റ് ഒരു കോപ്പി പേസ്റ്റ്, ഒരു ഭാഗത്ത് നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് മറ്റൊരു ഭാഗത്ത് പേസ്റ്റ് ചെയ്യാൻ അറിയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവം കോഡ് ചെയ്യാനും. അത് വേണം നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസ് ആയിരുന്നു. ഇപ്പോൾ ഫ്ലട്ടർ യൂസ് ചെയ്യണമെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട, നിങ്ങളൊരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക, അതായത് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഗ്രാം യൂസ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ HTML എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ CSS ഉണ്ട്, ജാവാ സ്ക്രിപ്റ്റ് ഉണ്ട്, ബൂട്ട് സ്ട്രാപ്പ് ഉണ്ട്. പിന്നെ ഈ ഫ്രണ്ട് എൻഡിലാണ് പറയുന്നത് HTML, CSS, ജാവാ സ്ക്രിപ്റ്റ്, ബൂട്ട് സ്ട്രാപ്പ്. പിന്നെ അതേപോലെ നമുക്ക് വേർഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് ഗിറ്റ് വേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ കുറച്ച് ടെക്നോളജി ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് വേറെ തന്നെ ഒരു ഫീൽഡാണ്, വെബ് ടെക്നോളജി എന്നുള്ള വേറെ തന്നെ ഫീൽഡാണ്. അപ്പോൾ അത്തരം നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ നേരെ ChatGPT യൂസ് ചെയ്യുക, ഒന്നും അറിയണമെന്നില്ല, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, അതിനെ അറിഞ്ഞാൽ മതി. പിന്നെ എവിടേക്ക് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഐഡിയ നമ്മൾ പിന്നെയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞുതരും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലായിരുന്നു, ജസ്റ്റ് ഒരു കോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്നുമില്ല, ഒരു ആർഡിനോ ഇല്ല, ഒന്നുമില്ല. നമുക്ക് എന്തായാലും ഇത് പഠിക്കണം. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഇതായിട്ട് കാണിച്ചു കേട്ടോ, എത്രത്തോളം നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, മറ്റാരും ക്യാമറ പിടിക്കാറില്ല. അപ്പോൾ നമ്മൾ ട്രൈപോഡിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യണം, നമ്മുടെ കയ്യിൽ ഇത്തരത്തിലൊരു കമ്പോണൻസും ഇല്ല, നമുക്ക് പഠിക്കും വേണം. നമ്മുടെ കയ്യിലാണെന്നുള്ളൊരു സിസ്റ്റം കയ്യിലുണ്ട്, ഇത്തരത്തിലൊരു സംഭവം വാങ്ങാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിലില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്, വളരെ ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ അത്തരത്തിൽ തന്നെ ആക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ജസ്റ്റ് ഇതൊക്കെ എനിക്ക് പഠിക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതൊരു വിർച്വലായിട്ട് പഠിക്കണം. യെസ്, നമുക്കൊരു വിർച്വലായിട്ട് പഠിച്ചതിന് ശേഷം പിന്നെ നമുക്ക് എപ്പോഴും ക്യാഷ് ഉണ്ടാകുന്ന സമയത്ത് വാങ്ങിയാണ്ട് സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, യെസ്, അതിൻ്റെ പേര് ഇപ്പോൾ എന്തെങ്കിലും പഠിച്ചോ, മറന്നല്ലോ. ആർഡിനോ ടിങ്കർ കാർഡ്, സോറി ഞാൻ ഇപ്പോൾ കിട്ടി, ടിങ്കർ കാർഡ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ആർഡിനോ, നമുക്കൊരു സ്വന്തമായിട്ട് റോബോട്ടിന് ഉണ്ടാക്കണം, മറ്റുള്ള രീതിയിലുള്ള ഇതൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള ബോർഡാണ് ഈ ആർഡിനോ എന്നുള്ള കാര്യത്തിന്. മുകളിലോട്ട് ഒരുപാട് ബോർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പിന്നെ പറയാം. പിന്നെ അതേപോലെ നമ്മുടെ ഈ വീഡിയോക്ക് ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് പറഞ്ഞാൽ 50 ലൈക്കാണ്. 1,00,000 സബ്സ്ക്രൈബേഴ്സിലെ ചാനലാണ് ഈ വന്ന് പറയുന്നത് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് 50 ലൈക്കാണ്, പറ്റുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ എത്രത്തോളമാണ് ഈ വീഡിയോ കാണുന്നത് അതിനനുസരിച്ചായിരിക്കും യൂട്യൂബ് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്താണ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വിർച്വലായിട്ട് ഇതൊക്കെ ചെയ്ത് പഠിക്കണം. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഭയങ്കര പിച്ചക്കാരനാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഇതൊക്കെ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ടിങ്കർ കാർഡ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്കൊരു വെബ്സൈറ്റ് കിട്ടി. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വെച്ചാണ് എന്ത് ചെയ്യാം, ഇതൊക്കെ പഠിക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, കോഡിങ് അറിയില്ല, ഒന്നുമല്ല, മനസ്സിലായോ? എനിക്ക് കോഡിങ്ങും അറിയില്ല, ഒന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് ഒരു ബിഗിനറാണ്, ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് അവരുടെ വെബ്സൈറ്റ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നത് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നല്ല രീതിയിൽ ടയേർഡുമാണ്. യെസ് ഗൈസ്, പറ്റുന്നതിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലൊന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് വന്നാണ് വെറുതെ കൊണ്ട് കയറി പോകാൻ പറ്റില്ല ഒരു അക്കൗണ്ട്, ഒരു വെബ്സൈറ്റിലോട്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഈ ലോഗിൻ സൈനപ്പ് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം സൈൻ ചെയ്യാം, നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് വെച്ചുകൊണ്ട് സൈൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഏത് രാജ്യം, നമ്മൾ കൺട്രി ഇന്ത്യയാണല്ലേ, ഇന്ത്യ ഉണ്ട് ഇതിൽ. യെസ്, ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഈ സംഭവം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നേ വരെ ഇത്തരത്തിലുള്ള സംഭവം വാങ്ങാൻ പറ്റിയിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത സിറ്റുവേഷനാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്താണ് എന്ത് ചെയ്യാം, ഇതൊക്കെ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ പറഞ്ഞല്ലോ, ക്യാഷ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ നല്ല താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ ഇനിയുള്ള വീഡിയോസൊക്കെ പറഞ്ഞാൽ അതായിരിക്കും, നമ്മൾ മറ്റുള്ള ഫീൽഡൊക്കെ വിട്ടു, ഇത് ഫുള്ള് ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി സർക്യൂട്ട് എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈറ്റിലോട്ട് സർക്യൂട്ട് എന്ന സെക്ഷനിലോട്ട് പോകും. അപ്പോൾ ഈ സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാമോ, ഇത്തരത്തിലുള്ള ഓരോ ആർഡിനോ ബോർഡുകൾ മറ്റു രീതിയിലുള്ള ഓരോ ബോർഡുകൾക്ക് ഇവിടുന്ന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് കണ്ടോ, ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ആർഡിനോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ അറിയോ, ഈ ഒരു ആർഡിനോ നമുക്ക് ഇനി ഡെവലപ്പ് ചെയ്യാം. ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ LED കാര്യം പറഞ്ഞല്ലോ, നമുക്ക് ഈ LED ബൾബ് 5 പ്രാവശ്യം വർക്ക് ചെയ്യിപ്പിക്കണം, 5 സെക്കൻഡ് വർക്ക് ചെയ്യിപ്പിക്കണം, 5 സെക്കൻഡ് ഓഫ് ആയിരിക്കണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഡിങ് അറിയണ്ട, ഒന്നും അറിയണ്ട, ജസ്റ്റ് ഇത്തരത്തിൽ നമ്മളൊരു ആർഡിനോ ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഈ LED ബൾബ് ഇതിലോട്ട് കണക്ട് ചെയ്യുമല്ലോ, കാണുന്നുണ്ടോ ഇത്തരത്തിൽ നമുക്കൊരു LED ബൾബ് ഇതിലോട്ട് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതിലോട്ടും ഈ സിസ്റ്റത്തിൻ്റെ അകത്തോട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു LED ബൾബ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ, സാധാരണ ഒരു ആർഡിനോ പ്രോഗ്രാം ചെയ്യുന്ന ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ വിർച്വലായിട്ട് നമുക്കിത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവർക്ക് നല്ലൊരു ഉപകാരപ്പെടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു LED ബൾബ് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഗ്രൗണ്ട് പിന്നും 13th പിന്നും കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ അവിടെ മാത്രം നിങ്ങളുടെ ഒതുങ്ങിപ്പോയോ, ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്, ഒക്കെ ഇവിടെ ഉണ്ട് സിസ്റ്റത്തിൽ. കണ്ടോ ഒരു ആർഡിനോ ബോർഡ് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു LED ബൾബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ, എനിക്ക് എത്രത്തോളം കാണുന്നുണ്ടോ അറിയില്ല. കണ്ടോ ജസ്റ്റ് കണ്ടോ, ഇവിടെ ഒരു LED കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. വളരെ സിമ്പിളായുള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ വരിക. എന്തൊക്കെയാണ് പഠിക്കാൻ താല്പര്യമുള്ളത് നേരെ കമൻറ്റ് ഇട്ടാൽ നമ്മൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ ചെയ്തു തരും. പിന്നെ പറ്റുന്നവരൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്താണ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു ജസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ കയ്യിൽ പ്രോഗ്രാമിംഗ് അറിയണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് വേണമെന്നില്ല, സംഭവം വാങ്ങാനേ ഒന്നും ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സംഭവം ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും അത്രയുള്ള ഞാൻ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. സ്വന്തമായിട്ടെങ്കിൽ ഇനി മറ്റൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഈ സംഭവങ്ങൾ ചെയ്യാനറിയാം. ഇനി ഏത് സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ പ്രോഗ്രാം ചെയ്യും. അപ്പോൾ അതിനായുള്ള കുറച്ച് സോഫ്റ്റ്വെയറും കാര്യമൊക്കെ ഉണ്ട്. ആർഡിനോ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർഡിനോയുടെ ഒഫീഷ്യൽ ഇതുണ്ട് കേട്ടോ. അപ്പോൾ ആർഡിനോ ID എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അത് ഇൻസ്റ്റാൾ ചെയ്താണ് നേരെ ChatGPT ഉണ്ടായി തന്നെ കോഡ് ഉണ്ടല്ലോ, അത് നേരെ അവിടെ നിന്ന് കോപ്പി ചെയ്യുക, നേരെ ആർഡിനോ ID നേരെ പേസ്റ്റ് ചെയ്താൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഒരു കേബിൾ, ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കേബിൾ പ്രോഗ്രാമിങ്ങിൻ്റെ കോഡ് വയർ ഉണ്ടല്ലോ, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ തന്നെ ആർഡിനോട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ചെയ്തുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്യാം. റോബോട്ടിന് ഉണ്ടാക്കാം, എന്തും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീട്ടിൽ പറയാണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധനം ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. പിന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ChatGPT യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതൊക്കെ നല്ലതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീഡിയോക്ക് ലെങ്ത്ത് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതൊരു നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.